സ്റ്റുഡൻസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സിൽ ഇനി വരുന്ന എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ 4 എക്സംഷൻസ് പഠിച്ചിരുന്നു. ഇനിയും ഒരു 5-6 എക്സംഷൻസ് വരുന്നുണ്ട്. സോ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് 5th എക്സംഷൻ ആയിട്ട് പറയുന്നത് സെക്ഷൻ 54EC ആണ് സെക്ഷൻ പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. ഓക്കെ, ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദാറ്റ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ long term specified asset. So capital gain arising from the transfer of a long term capital asset invested in long term specified asset. അപ്പോൾ ആ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ഒരു ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന എക്സംഷൻ എന്താണ്? ഓക്കെ, അപ്പൊ അതില് ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സ് എന്താണെന്നുള്ളതാണ്. ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബോണ്ട്സ് റിഡീമബിൾ വിത്തിൻ 3 years, 3 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്യുന്ന ബോണ്ടുകളെയാണ് ഈ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് ഇഷ്യൂ ചെയ്യുന്ന ഒരു 4-5 അതോറിറ്റീസിന്റെ പേരുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡേറ്റുകളും പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് പറയുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1st April 2007 but before 1st April 2018. Okay, then രണ്ടാമത് പറയുന്ന അതോറിറ്റി ദ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. അതും ഈ സെയിം ഡേറ്റ് തന്നെയാണ് പറയുന്നത്, ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ 1st April 2007 but before 1st April 2018. then അടുത്തത് പറയുന്നത് ദ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അത് ഡേറ്റ് പറയുന്നത് 15th June 2017 ബട്ട് ബിഫോർ 1st April 2018. ആ ഒരു ഡേറ്റിലായിരിക്കണം അത് ഇഷ്യൂ ചെയ്തിരിക്കേണ്ടത്. ദെൻ അടുത്തത് പറയുന്നത് ദ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിന്റെ ഇഷ്യൂ ഡേറ്റ് പറയുന്നത് ബിറ്റ്വീൻ 8th August 2017 to 1st April 2018 ആണ്. അപ്പൊ ഇങ്ങനെ 4 അതോറിറ്റീസ് ആണ് ഇവിടെ ഈ സ്പെസിഫൈഡ് അസറ്റ് ആയ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് 3 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്യുന്ന ബോണ്ടുകളായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മാക്സിമം എമൗണ്ട്, പ്രീവിയസ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 50 lakh rupees ആണ് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട്. ദെൻ ഇതില് എക്സംഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അസസി ഈ ഒരു ബോണ്ടുകൾ പർച്ചേസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വിതിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഒറിജിനൽ അസറ്റ്. അതായത് ആ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഈ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അസസിക്ക് ഇതിന് എക്സംഷൻ കിട്ടുകയുള്ളൂ. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ക്വാണ്ടം ഓഫ് എക്സംഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിന്റെ എക്സംഷന്റെ ക്വാണ്ടം ഓഫ് എക്സംഷൻ എന്ന് പറയുന്നത് ഈ അസസി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ആ ക്യാപിറ്റൽ ഗെയിൻ അതിനേക്കാൾ താഴെയാണ്, കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിനേക്കാൾ താഴെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനേക്കാൾ കുറവാണ് എങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. അതല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ക്യാപിറ്റൽ ഗെയിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ആ ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. ഓക്കെ,
ദെൻ അടുത്തത് പറയുന്നത് വിഡ്രോവൽ ആണ്. അതായത് ഈ ഒരു അസറ്റ് ഇങ്ങനെ വാങ്ങിച്ച് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്ത് അസസി 3 വർഷത്തിനുള്ളിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് ക്യാഷ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അസസിക്ക് കിട്ടിയിരിക്കുന്ന എക്സംഷൻ അസസിങ് അതോറിറ്റി വിഡ്രോ ചെയ്യും. പിന്നെ ആ ഒരു എക്സംഷൻ അസസിക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ അത് അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ഗെയിന് പ്രീവിയസ് ഇയറിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ്. ഓക്കെ, അതാണ് ഈ ഒരു സെക്ഷൻ 54(e)(c) എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 54(e) ആണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിന് പകരം പറയുന്നത് യൂണിറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് ഫണ്ട് ആണെന്ന് മാത്രം. അതായത് capital gain arising from transfer of long-term capital asset invested in long-term specified fund. Specified asset അല്ല, specified fund. Section 54(e). അതിൽ എന്താണെന്ന് വെച്ചാൽ 54(e)(c) പറഞ്ഞിരിക്കുന്ന സെയിം ക്രൈറ്റീരിയാസും സെയിം കണ്ടീഷൻസും തന്നെയാണ് ഇതിലും പറയുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫൈഡ് അസറ്റില് നമ്മൾ ബോണ്ട് ആണ് പറഞ്ഞത്. പല അതോറിറ്റീസും ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് നമ്മൾ പറഞ്ഞത്. 4 അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് പറഞ്ഞത്, റെഡീമബിൾ വിത്തിൻ 3 years. ഇവിടെ സ്പെസിഫൈഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് ഓഫ് എ ഫണ്ട് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അത് ഇഷ്യൂഡ് ബിഫോർ 1st April 2019 ആണ്. ഓക്കെ, ആ ഒരു ഫണ്ടുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ കണ്ടീഷൻസും സെക്ഷൻ 54(e)(c) വരുന്ന സെയിം തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 54(f) ആണ്. അതെന്താന്ന് വെച്ചാൽ എക്സംഷൻ ഫ്രം ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് കൺസിഡറേഷൻ ഇൻ റെസിഡൻഷ്യൽ ഹൗസ്. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ, ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ എന്ത് ചെയ്യുന്നു, ഒരു റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ കിട്ടും. ഓക്കെ, സോ അത് സെക്ഷൻ 54(f)ലാണ് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത്. അതില് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതില് എന്തൊക്കെയാന്ന് വെച്ചാലും അസസി ഒരു HUF അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ആയിരിക്കണം. അതുപോലെ തന്നെ അസസി ഷുഡ് ബി ട്രാൻസ്ഫേർഡ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഈസ് നോട്ട് എ റെസിഡൻഷ്യൽ ഹൗസ്. അതായത് അസസി ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അതൊരിക്കലും എന്താകരുത്, ഒരു റെസിഡൻഷ്യൽ ഹൗസ് ആകാൻ പാടില്ല. ഓക്കെ, അതായത് ആ കൺസിഡറേഷൻ കിട്ടുന്നതാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആകാം, പക്ഷേ അത് റെസിഡൻഷ്യൽ ഹൗസ് ആകാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ പറയുന്നത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സമയത്ത് അസസി ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസുകൾ ഹെൽഡ് ചെയ്യാനും പാടില്ല. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അസസിയുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസുകൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കേസ് പറയുന്നത് ഇത് അസസി പുതിയ ഒരു പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിതിൻ 1 year or 2 years. ഓക്കെ, അതായത് ട്രാൻസ്ഫർ ചെയ്ത് 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ പുതിയ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യാം. അതല്ല എങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. കൺസ്ട്രക്ട് ചെയ്യുവാണ് എങ്കിൽ 3 വർഷത്തിനുള്ളിലായിരിക്കണം അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടം ഓഫ് എക്സംഷൻ പറയുന്നുണ്ട്. ക്വാണ്ടം ഓഫ് എക്സംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കുന്ന നെറ്റ് കൺസിഡറേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ, ദാറ്റ് ഈസ് നമ്മുടെ കൺസിഡറേഷനും ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും കൂടെ നോക്കുക. ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും കൺസിഡറേഷനും കൂടെ നോക്കുമ്പോൾ കൺസിഡറേഷൻ കൂടുതലാണ് എങ്കിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ അത്രയും
നമുക്ക് എക്സംഷൻ കിട്ടും. അതായത് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലാണ് കൺസിഡറേഷൻ എങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് വരെയുള്ള എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും. ഇനി അതല്ല, ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും കൺസിഡറേഷൻ കുറവുമാണ് എങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. ഇനി ഈ എക്സംഷൻ അസസിംഗ് അതോറിറ്റി വിഡ്രോ ചെയ്യും. രണ്ട് സിറ്റുവേഷനിൽ അസസിംഗ് അതോറിറ്റി വിഡ്രോ ചെയ്യും. അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസി പുതിയ ഒരു ഹൗസ് പ്രോപ്പർട്ടി ആ ഒരു 2 വർഷത്തിനുള്ളിൽ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടീഷനിൽ പറഞ്ഞു, വീണ്ടും ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന എക്സംഷൻ അസസിംഗ് അതോറിറ്റി വിഡ്രോ ചെയ്യും. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി 3 വർഷത്തിനുള്ളിൽ സെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും എന്ത് ചെയ്തിരിക്കും? അസസിംഗ് അതോറിറ്റി ആ എക്സംഷൻ വിഡ്രോ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 8th എക്സംഷൻ ആണ് പറയുന്നത്. സെക്ഷൻ 54G ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ. 54G അതായത് ഒരു അർബൻ ഏരിയയിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യുക. എങ്ങോട്ടേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? നോൺ അർബൻ ഏരിയയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനില് എസ്എസ്സിക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് എക്സംഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ എക്സംഷൻ വരുന്നത് എന്ന് നോക്കാം. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എസ്എസ്സി ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ട്രാൻസ്ഫർ ചെയ്യേണ്ട അസറ്റുകൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആവാം അല്ലെങ്കിൽ ലോങ് ടേം ആവാം. പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ്, ലാൻഡ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും ഫർണിച്ചർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു അർബൻ ഏരിയയിൽ നിന്നായിരിക്കണം, അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ നോൺ അർബൻ, അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് നോൺ അർബൻ ഏരിയയിലേക്കായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദെൻ അതുപോലെ തന്നെ അസസി ഈ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ 1 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ യൂസ് ചെയ്തിരിക്കണം. അത് ഒന്നുകിൽ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ഒരു അസറ്റ്, ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പറയുന്നത് ഈ ഒരു അസസി പുതിയ ഒരു കണ്ടീഷൻ പറയുന്നത് എക്സംഷൻ കിട്ടണമെങ്കിൽ പുതിയ ഒരു ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ 3 വർഷത്തിനുള്ളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതിന്റെ എക്സംഷൻസ് എല്ലാം പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയാണ്. ക്വാണ്ടം ഓഫ് എക്സംഷൻ പറയുന്നത് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.